ശിക്ഷയിന്മേലുള്ള വാദമാണ്. സ്വാഭാവികമായും 120B അടക്കം 12 വകുപ്പുകളും ഈ പ്രതികൾക്കെതിരെ ചുമത്തിയത് അത് നിലനിൽക്കുമെന്നാണ് കഴിഞ്ഞ 8-ാം തീയതി കോടതി വിധി പ്രഖ്യാപിച്ചത്. ആ പശ്ചാത്തലത്തിൽ അതിലിനി ഏതെല്ലാം വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതായിരിക്കും ആ പ്രതിഭാഗത്തിനാണ് ഇവിടെ കൂടുതൽ ചാൻസ് ലഭിക്കുക. പ്രതിഭാഗം ഇന്ന വകുപ്പുകൾ നിലനിൽക്കില്ല കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രായമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇളവുകൾ തേടാനുള്ള സാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ ആകട്ടെ ഈ 12 വകുപ്പുകൾ നിലനിൽക്കും. ഈ പ്രതികൾക്ക് പരമാവധി കുറ്റം ചെയ്ത ആളുകളാണ്, ഇവർക്കെതിരെ പരമാവധി ശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂട്ടബലാത്സംഗത്തിന്, അതായത് 376D-ക്ക് 20 വർഷം വരെയാണ് തടവുള്ളത്. 120B ഗൂഢാലോചന, അത് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകളുണ്ട്. അതുകൊണ്ട് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ എന്നുള്ളതായിരിക്കും ഒരു ശിക്ഷയുടെ ഒരു ഫോർമാറ്റ്. 7.5 വർഷം ഇതിനോടകം തന്നെ പൾസർ ജയിലിൽ കിടന്നിട്ടുണ്ട്. പൾസറിന് എത്ര നാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓർഡർ എപ്പോൾ വരുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ ഈ ഉത്തരവ് പുറത്തു വരും. ഉത്തരവ് പുറത്തു വന്നാലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എങ്ങനെ എന്ന് മനസ്സിലാക്കാനാകുക. അതിനുശേഷമായിരിക്കും ഓർഡർ പരിശോധിച്ച് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകാൻ, അവർക്ക് എവിടെയൊക്കെ പിഴവുകൾ സംഭവിച്ചു അതെല്ലാം പഴുതടച്ച് പരിശോധിച്ച ശേഷം ഹൈക്കോടതിയിലേക്ക് പോകാനാകുക. എന്തായാലും വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു പക്ഷേ രാവിലെ ഒരു 1.5 മണിക്കൂറോളം ഈ ശിക്ഷയിന്മേൽ വാദം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ ശിക്ഷയിന്മേൽ വാദം ഉണ്ടായി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാറുള്ളതാണ് പതിവ്. പക്ഷേ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ശിക്ഷയിന്മേലുള്ള വാദമാണ് രാവിലെ 11 മണിക്ക് ആരംഭിക്കുക. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ്. പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഗൂഢാലോചന അടക്കം തെളിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ 1 മുതൽ 6 വരെ പ്രതികൾ, പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള തെളിവുകളൊക്കെ ഹാജരാക്കിയത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഈ പ്രതികൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണാനുള്ളത്. എന്തായാലും 11 മണിക്ക് ഹർജി പരിഗണിക്കും. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കും ബിബിൻ.